ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ചക്ക കൊണ്ടൊരു കറി തയ്യാറാക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി ടേസ്റ്റി ആൻഡ് ഹോം മെയ്ഡ് റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചക്കയുടെ പൂഞ്ചാണ്. പൂഞ്ഞ് എന്നൊക്കെ പറയും. അതായത് ചക്കയുടെ നടുക്ക് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് കട്ടിക്ക് വരുന്ന ഭാഗം, അതാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിത് കറക്റ്റ് അളവ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസുള്ള ചക്കയുടെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചക്കയുടെ പൂഞ്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറിയ ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 15 ചെറിയ ഉള്ളിയുണ്ട്. ഇതോടൊപ്പം 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 1/4 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചക്കക്കുരു അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 12 ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചക്കക്കുരു ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു മസാലയുടെ മണം വരും. അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം ലോയിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ വയ്ക്കുക. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ അരിഞ്ഞതാണ്. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചക്കപ്പൂഞ്ഞ് അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചു, കാരണം അല്ലെങ്കിൽ ഇത് കറുത്ത് പോവും. വെള്ളത്തിലിട്ട് വെച്ചാൽ കറുക്കത്തില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2ാം പാലാണ്. 2.5 കപ്പോളം വരുന്നുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ചക്കയൊക്കെ വെന്ത് വരും. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒന്നും കൂടെ നമുക്കിത് വേവിക്കാം. ഇപ്പോൾ ഏകദേശം മൊത്തത്തിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കാം.
1 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുറവാണെന്ന് തോന്നിയുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കുക. ഇത്രയും മുളക് പൊടി ഇടുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് വരുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതി. ഞാനൊരു അരമുറി തേങ്ങയിൽ നിന്നാണ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കപ്പൂഞ്ഞ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ള ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.